അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അബൂദാവൂദ് ഹദീസ് പഠനം സബഖ് നമ്പർ 1. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. الصلاة والسلام على النبي المختار وآله الأبرار وصحابه الأخيار وأتباعه الأطهار أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا دركنا مرادنا يا رسول الله. الله رب العزة ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തട്ടെ. ധാരാളം ഇൽമു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. നമ്മളെ പ്രിയപ്പെട്ട ഉസ്താദ്, മാതാപിതാക്കൾ, ശിഷ്യന്മാർ, മുഹിബ്ബീങ്ങൾ എല്ലാവർക്കും അള്ളാഹു അവൻ്റെ റിളയെ വാജിബാക്കട്ടെ. നമ്മുടെ കൽബുകളിൽ ഇൽമും തഖ്വയും വറഉം ഇഹ്തിയാത്തും അള്ളാഹു നിറക്കട്ടെ. വലിയ ഓർമ്മശക്തി അള്ളാഹു നൽകട്ടെ. ഇൽമൊക്കെ അള്ളാഹു നാഫി ആക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ഓതുന്ന കിതാബ് സിഹാഹു സിത്തയിലെ പ്രധാനപ്പെട്ട കിതാബാണ് അബൂദാവൂദ്. ആദ്യ പാഠഭാഗം വായിച്ചതിന് ശേഷം ഈ കിതാബിനെ സംബന്ധിച്ചൊരൽപ്പം നമുക്ക് ചർച്ച ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബ് ത്വഹാറത്ത്. ഒന്നാമത്തെ അധ്യായം കിതാബ് ത്വഹാറത്താണ്. അതിൽ ഒരുപാട് ബാബുകളുണ്ട്. കുറേ ഫസല് കൂടിയതാണ് ബാബ്, കുറേ ബാബ് കൂടിയതാണ് കിതാബ്. അതൊക്കെ മിഷ്കാത്തിൽ മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ കിതാബ് ത്വഹാറത്ത്, ആദ്യം തന്നെ ശുചീകരണം നമുക്ക് ചർച്ച ചെയ്യാം. അതിലൊന്നാമത്തെ ബാബ് തഹല്ലി ഇൻദ ഖളാഇൽ ഹാജത്ത്. തഹല്ലി എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു നിൽക്കുക, തഹല്ലി ഒഴിവാവുക. ഇൻദ ഖളാഇൽ ഹാജത്ത്, ഇൻദ ഖളാഇ നിർവഹിക്കുന്ന സമയത്ത് ഒഴിഞ്ഞു നിൽക്കുക. അൽ ഹാജത്തി ആവശ്യം നിർവഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആവശ്യം വീട്ടുന്ന സമയത്ത്, ആശയം കാഷ്ടിക്കുന്ന സമയത്ത് അകന്നു നിൽക്കുക. ബാബു തഹല്ലി, അകന്നു നിൽക്കുക. ഇൻദ ഖളാഇൽ ഹാജത്തി, കാഷ്ടിക്കുന്ന സമയത്ത്, ആവശ്യം വീട്ടുന്ന സമയത്ത്. കിതാബ് ത്വഹാറത്ത്. ത്വഹാറത്ത് കാമൂസിലൊക്കെ കാണാം. തുഹുർ എന്ന് ലമ്മ കൊണ്ട് വായിക്കണം. അർത്ഥം നഖീലു നജാസത്തി, നജാസത്തിൻ്റെ ഓപ്പോസിറ്റാണ് തുഹുർ. അപ്പോൾ തുഹുർ എന്ന് പറഞ്ഞാൽ ശുദ്ധി, നജാസ പറഞ്ഞാൽ മലിനം. ഈ തുഹുർ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഏതാ? ഈ ബാബ് ഇപ്പോൾ ഏതാ? നസറ യൻസുർ, തഹുറ യതുഹുർ ബാബാണ്. അല്ലെങ്കിൽ കറുമ തഹുറ പോലെ. ഇങ്ങനെയൊക്കെയാണ് പല കിതാബിലും കാണുന്നത്. ലിസാനുൽ അറബിൽ, കാമൂസിലൊക്കെ തന്നെ കാണുന്നുണ്ട്. ഇതാരും ലറബ ബാബാണ്, ലറബയദ്രിബ് ബാബാണെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ. മാത്രമല്ല ഈ കിതാബ് അബൂദാവൂദ് എന്ന കിതാബ് സുനനിൻ്റെ തർത്തീബുകളാണ്. സുനൻ എന്താണെന്നൊക്കെ ശേഷം സബ്ക്കിൻ്റെ അവസാനം പറയാം. അപ്പോൾ ബാബ് തഹല്ലി എന്ന് പറഞ്ഞാൽ, തഹല്ലിൻ്റെ അർത്ഥം എന്താണ്? ഐ അദ്ഖൂലു ഫിൽ ഖൽവത്തി, ഒഴിഞ്ഞ സ്ഥലത്ത് പ്രവേശിക്കുക. വതബഉദു അനിന്നാസി, ജനങ്ങളെ തൊട്ട് ദൂരത്താവുക എന്നാണ് തഹല്ലിൻ്റെ വാക്കർത്ഥം. പെട്ടെന്ന് ഒഴിഞ്ഞു നിൽക്കുക. തഹല്ലിൻ്റെ അർത്ഥം ആളുകളെ തൊട്ട് അകന്നു നിൽക്കുക. ഒന്നാമത്തെ ഹദീസ് നമുക്ക് പരിശോധിക്കും. ഹദ്ദസന, നമ്മളോട് ഹദീസ് പറഞ്ഞു. നമ്മൾ എന്ന് പറഞ്ഞപ്പോൾ ആരാണ്? നമ്മളോട് പറഞ്ഞാൽ ഇത് മുസ്ലിം ഇമാമ അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പറയണത്. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. അഖ്ബർനൽ ഇമാം അൽ ഹാഫിദ് അബൂബക്കർ അഹ്മദ് ബിൻ അലാ സാബിദ് ഖത്തീബ് അൽ ബഗ്ദാദി. തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? കിതാബിൽ, എല്ലാവരും കിതാബിലും ഇല്ലേ? അവിടെ എഴുതി കൊടുത്താലും മതി. എന്ത്? ഖാൽ ഇമാം അൽ ഹാഫിദ് അബൂദാവൂദ് സുലൈമാൻ ബിൻ അശ്അസ് സജിസ്താനി റളിയല്ലാഹു. സുലൈമാൻ ബിൻ അശ്അസ് സജിസ്താനി, വിശദം പിന്നെ പറയാം. അപ്പോൾ അബൂദാവൂദ് റളിയല്ലാഹുവിന് പറയാണ് ഹദ്ദസന, നമ്മളോട് ഹദീസ് പറഞ്ഞു. നമ്മളോട് പറഞ്ഞാൽ അബൂദാവൂദായ നമ്മളോട് ഹദീസ് പറഞ്ഞു. അബ്ദുല്ലാഹ് ബിൻ മസ്ലമത്ത് ബിൻ കഅനബി. അപ്പോൾ അബൂദാവൂദ് ശിഷ്യനാണ്, ഉസ്താദ് അബ്ദുല്ല എന്നവരാണ്. അവരുടെ ഉപ്പ മസ്ലമയാണ്, അവരുടെ ഉപ്പ കഅനബാണ്. അപ്പം അങ്ങനെ സനദൊന്ന് വായിക്കാം.
حدثنا عبد الله بن مسلمة بن كعنب الكعنبي ഹദ്ദസന സന എന്നുള്ള കിതാബിലുള്ളൂ. സനാന്ന് അത് ഹദ്ദസനാന്ന് വായിക്കണം കേട്ടോ. കിതാബിലെ സനാന്നല്ലേ ഉള്ളൂ, അത് ഹദ്ദസനാന്ന് വായിക്കുക. ഹദ്ദസന അബ്ദുൽ അസീസ്. അബ്ദുൽ അസീസ് ആരാ? യഅനി ഇബ്നു മുഹമ്മദിൻ അൻ മുഹമ്മദിൻ യഅനി ഇബ്നു അംറിൻ അൻ അബി സലമത അനിൽ മുഗീറത്ത് ബിൻ ശുഅബ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ദഹബൽ മദ്ഹബ അബ്അദ. ഇതാണ് ഹദീസ്. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹദ്ദസന നമ്മളോട് ഹദീസ് പറഞ്ഞു തന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ. അപ്പോൾ ശിഷ്യൻ അബൂദാവൂദ്, ഉസ്താദിന്റെ പേര് അബ്ദുല്ല എന്നവർ, അവരുടെ ഉസ്താദ് അബ്ദുൽ അസീസ് എന്നവർ. ഈ അബ്ദുൽ അസീസ് കുറേ അബ്ദുൽ അസീസ് ഉണ്ട്. ഏത് അബ്ദുൽ അസീസാണ് അത് മനസ്സിലായില്ല. അത് ഇനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു മുഹമ്മദ്, മുഹമ്മദിന്റെ മകൻ അബ്ദുൽ അസീസാണ്. അപ്പോൾ വേറെയും കുറേ അബ്ദുൽ അസീസ് ഉണ്ട്. ഇത് മുഹമ്മദിന്റെ മകൻ അബ്ദുൽ അസീസാണ്. അപ്പോൾ അബ്ദുൽ അസീസിന്റെ ഉസ്താദ് ആരാണ്? അൻ മുഹമ്മദിൻ. ഇതേത് മുഹമ്മദാണ്? അതോ ഇനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു അംറിൻ, അംറിന്റെ മകൻ മുഹമ്മദ്. അവരുടെ ഉസ്താദ് അൻ അബി സലമത്ത, അബൂ സലമയത്തൊട്ട് അനിൽ മുഗീറത്ത് ബിൻ ശുഅബ. അപ്പോൾ ആദ്യം നമുക്കൊന്ന് പറഞ്ഞു നോക്കുക. ശിഷ്യന് അബൂദാവൂദ് റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് അബ്ദുല്ല എന്നവർ. അപ്പോൾ ഒരു ഉസ്താദായി മനസ്സിലായി, ഒരു ഉസ്താദ് അബ്ദുല്ല എന്നവർ. ഇനി അബ്ദുല്ല എന്നവരുടെ ഉസ്താദോ അബ്ദുൽ അസീസ് എന്നവർ, അവരുടെ ഉസ്താദോ മുഹമ്മദ് എന്നവർ. അപ്പം എന്താ ഇബ്നു മുഹമ്മദിനെ പറയാത്തത്? അബ്ദുൽ അസീസും ഇബ്നു മുഹമ്മദ് ഒന്ന് തന്നെയാണേ. അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് എന്നാണ് അവിടെ വായിക്കേണ്ടത്, മനസ്സിലായോ? രണ്ടാമത്തെ അപ്പോൾ അബൂദാവൂദിന്റെ ഉസ്താദ് അബ്ദുല്ല എന്നവർ, അവരുടെ ഉസ്താദ് അബ്ദുൽ അസീസ് എന്നവർ, അവരുടെ ഉസ്താദ് മുഹമ്മദ് എന്നവർ, അവരുടെ ഉസ്താദ് അബൂ സലമ എന്നവർ, അബൂ സലമന്റെ ഉസ്താദ് മുഗീറ എന്നവർ. മനസ്സിലായോ? അവരുടെ ഉസ്താദ് അവരുടെ അൽ മുഗീറത്ത് ബിൻ ശുഅബ. കഴിഞ്ഞു. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന, നബി തങ്ങളായിരുന്നു, ഇദാ ദഹബ പോയാൽ, അൽ മദ്ഹബ കക്കൂസിലേക്ക് നബി പോയാൽ. മദ്ഹബിന്റെ അർത്ഥം ഖല എന്ന് കിതാബിൽ എഴുതി കൊടുക്കുക. മദ്ഹബിന്റെ അർത്ഥം എന്താണ്? ഖല എന്ന് എഴുതി കൊടുക്കുക. അപ്പൊ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, ഇദാ ദഹബ പോയാൽ, അൽ മദ്ഹബ ഖലയിലേക്ക് പോയാൽ, മദ്ഹബിന്റെ അർത്ഥം കക്കൂസിൽ പോയാൽ, അബ്അദ നബി തങ്ങൾ അകലുമായിരുന്നു, അബ്അദ ബഈദാകുമായിരുന്നു, അബ്അദ നബി ജനങ്ങളെ തൊട്ട് അകലുമായിരുന്നു. ശബ്ദമോ വാസനയോ മറ്റുള്ളവർ കേൾക്കാത്ത അനുഭവിക്കാത്ത രൂപത്തേക്കാണ് നബിയുടെ ശൈലി. അപ്പം അത് നല്ലൊരു സ്വഭാവമാണ്. നമ്മൾ വിസർജിക്കുമ്പോൾ ആ ശബ്ദമോ മണമോ അടുത്തുള്ളവർ കേൾക്കാതെ വിട്ടിരിക്കണം, ജനങ്ങളിൽ നിന്ന് വിട്ടിരിക്കണം. അപ്പോൾ ഒരു ഹദീസ് കഴിഞ്ഞു. ഒന്നും കൂടെ അത്തമക്കാണ്. കാന നബി തങ്ങളായിരുന്നു, ഇദാ ദഹബ പോയാൽ, അൽ മദ്ഹബ കക്കൂസിൽ പോയാൽ, അബ്അദ നബി അകലം പാലിക്കുമായിരുന്നു. അബ്അദ പറഞ്ഞാൽ അബ്അദ ജനങ്ങളെ തൊട്ട് വിട്ടു നിൽക്കുമായിരുന്നു. ഇനി രണ്ടാമത്തെ ഹദീസ്. حدثنا مسدد بن مسرهد حدثنا عيسى بن يونس حدثنا إسماعيل بن عبد الملك عن أبي زبير عن جابر بن عبد الله رضي الله عنهم. സനദ് എന്താണ്? അബൂദാവൂദ് എന്നവരുടെ ഉസ്താദ് മുസദ്ദദ് എന്നവർ, അവരുടെ ഉസ്താദ് ഈസ എന്നവർ, അവരുടെ ഉസ്താദ് ഇസ്മായിൽ എന്നവർ, അവരുടെ ഉസ്താദ് അബൂ സുബൈർ എന്നവർ, അവരുടെ ഉസ്താദ് ജാബിർ റളിയല്ലാഹു അൻഹു. അവർ മുത്തുനബിയിൽ നിന്ന് കേൾക്കണം. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബിയാകുന്നത്, കാന ഇദാ അറാദൽ ബറാസ ഇൻതലഖ ഹത്താ ലാ യറാഹു അഹദുൻ. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ഇദാ അറാദ നബി തങ്ങൾ ഉദ്ദേശിച്ചാൽ, അൽ ബറാസ കക്കൂസ്. അപ്പൊ മദ്ഹബിന്റെ അർത്ഥം കക്കൂസ്, ബറാസിന്റെ അർത്ഥം കക്കൂസ്, ഖലാഇന്റെ അർത്ഥം കക്കൂസ്. മദ്ഹബ് എന്ന് പറഞ്ഞാൽ പോകുന്ന സ്ഥലം കേട്ടോ, ബറാസ്. അപ്പൊ നബി തങ്ങൾ ബറാസ് ഉദ്ദേശിച്ചാൽ, ഇന്തലക്ക നബി പോകുമായിരുന്നു, ഹത്ത ഏതുവരെ നബി പോകും, ലാ യറാഹു അഹദുൻ ഒരാളും നബിയെ കാണാത്ത ആ ദൂരത്തേക്ക് നബി പോകും. അപ്പൊ ഇന്നത്തെ സബക്ക് കഴിഞ്ഞു അല്ലേ? ഇനി നാളെ എടുക്കാനുള്ളത് രണ്ടാമത്തെ അധ്യായം. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ വിട്ടു നിൽക്കുമെന്ന് പറഞ്ഞാൽ നബി തങ്ങൾ വിസർജിക്കുമ്പോൾ ആ ശബ്ദമോ
അല്ലെങ്കിൽ ആ മണമോ ആരും അനുഭവിക്കാത്ത ഭാഗത്തിൽ. നിബിതങ്ങൾക്ക് അതൊന്നും മറ്റുള്ളവരിൽ കാണൂല. അതൊക്കെ അള്ളാഹു ഹിഫ്ള് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അങ്ങനത്തെ വിസർജ്യത്തിൻ്റെ മണമോ മറ്റൊന്നും ആരും ഇതുവരെ കേട്ടിട്ടില്ല. അത് അത്രയും പരിശുദ്ധനാണല്ലോ. ഭൂമി വിഴുങ്ങി, ഭൂമി പിളർന്ന് വിസർജ്യക്ക് വിഴുങ്ങുമെന്നല്ലേ നമ്മൾ ഹദീസിലും ചരിത്രത്തിലൊക്കെ പഠിച്ചത്. നിബിതങ്ങൾക്ക് കുറേ പ്രത്യേകത ഉണ്ടല്ലോ. ശരീരത്തിൽ ഈച്ച ഇരിക്കൂല, അവിടത്തേക്ക് നിഴലില്ല, വിയർപ്പിന് ദുർഗന്ധമില്ല. വെറും പോസിറ്റീവ് മാത്രമല്ലേ ഉള്ളൂ. എന്നെങ്കിൽ ഇതെന്താ അങ്ങനെ പറയണത്? ജനങ്ങളെ തൊട്ട് വിദൂരത്താണ്. അത് നമുക്ക് പഠിപ്പിക്കാണ്, ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ് ഇത്രയും പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഹദീസ് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിന് കുറേ വ്യാഖ്യാനങ്ങൾ കിതാബുകൾ കാണാൻ സാധിക്കും. നമ്മുടെ കിതാബിനെ പ്രധാനമായിക്കൊണ്ട് ബദലിൽ മജ്ഹൂദ് എന്ന് അബൂദാവൂദിനൊരു ഹാഷിയുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ബദലിൽ മജ്ഹൂദ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു വ്യാഖ്യാനമാണ്, ഷറഹാണ് ഔനുൽ മഅബൂദ്, അതും കയ്യിലുണ്ട്. ഔനുൽ മഅബൂദ് ഇതൊക്കെ സംഘടിപ്പിക്കുക. ഈ ബദലിൽ മജ്ഹൂദിൽ ധാരാളം വ്യാഖ്യാനം കൂടുതലായി കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. മദ്ഹബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൗലിഉൻ യതഗവ്വതു ഫീഹി, വിസർജിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തിനാണ് മദ്ഹബ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ നമ്മൾ വായിച്ച മുഹദ്ദിസായ അബ്ദുല്ലാഹിബിൻ മസ്ലമത്ത് ബിൻ കഅനബ് എന്ന് പറഞ്ഞില്ലേ, അവർ വലിയ മഹാനാണ്. അബു അബ്ദുറഹ്മാൻ മദനി അൽ ബസരിയാണ്. അവർ സിഖത്താണ്, വിശ്വസ്തനാണ്. മാത്രമല്ല ഭയങ്കര ആബിദുൻ എന്ന് പേജ് 165 ബദൽ മജ്ഹൂദിൽ കാണാം. സൂഫി വര്യനാണ്. അവർ വഫാത്തായത് ഹിജറ 221 മക്കത്താണ് വഫാത്തായത്. മനസ്സിലായല്ലോ? അതുപോലെ അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞല്ലോ, ഇബ്നു മുഹമ്മദ് എന്ന് പറഞ്ഞല്ലോ, അബ്ദുൽ അസീസ് മുഹമ്മദ് എന്നവരുടെ മകനെ, അവർ ഖുറാസാനിലാണ് അവരുടെ നാട്. മനസ്സിലായല്ലോ? അതുപോലെ അബൂദാവൂദ് എന്നവരുടെ 4ാമത്തെ ഉസ്താദ് അബൂ സലമ എന്ന് പറഞ്ഞല്ലോ. അബൂ സലമ എന്ന് പറഞ്ഞാൽ അബൂ സലമ ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൽ ഖുറശി സുഹരിയാണ്. അദ്ദേഹം 7 ഫുഖഹാക്കളിൽ പ്രഗത്ഭനാണ്. മനസ്സിലായല്ലോ? അദ്ദേഹം വഫാത്തായത് ഹിജറ 94 ഹിജറ 104 ഖീലയുണ്ട്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ മുഗീറത്ത് ബിൻ ശുഅബ എന്ന് പറഞ്ഞല്ലോ, 5ാമത്തെ ഉസ്താദ്. അവർ ഹുദൈബിയ കാലത്തിന് മുമ്പാണ് മുസ്ലിമായത്. അവർ വഫാത്തായത് ഹിജറ 50 സ്വഹാബിയാണ്, പ്രഗത്ഭനായ സ്വഹാബിയാണ്. മനസ്സിലായല്ലോ? പിന്നെ അടുത്ത ഹദീസിൽ മുസദ്ദദ് എന്ന് പറഞ്ഞു, വളരെ പ്രഗത്ഭനായ വ്യക്തിത്വമാണ്, വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അബുൽ ഹസൻ അടക്കം പല ഇമാമിങ്ങൾ പറയുന്നത് സിഖത്താണ്, ഹാഫിളാണ്. അദ്ദേഹം വഫാത്ത് ഹിജറ 228 അബ്ദുൽ മലിക് എന്ന് അദ്ദേഹത്തെ പറയാറുണ്ട്. പേര് അദ്ദേഹത്തിന് അബ്ദുൽ മലിക്കാണ്. മനസ്സിലായല്ലോ? അതുപോലെ 2ാമത്തെ ഹദീസിൽ ഇദാ അറാദൽ ബറാസ ഇൻദലക ഹത്താ ലാ യറാഹു അഹദ് എന്ന് പറഞ്ഞില്ലേ. ഇതിപ്പോൾ വീട്ടിലാണെങ്കിൽ പറയണ്ട, കാരണം വീട്ടിൽ സ്ഥിരമായിട്ടൊരു ബാത്റൂം ഒരിടത്ത് ഉണ്ടാകുമല്ലോ. ഇത് പലപ്പോഴും ഇതിനെ സംബന്ധിച്ച് വിശദീകരണം കൊടുത്തു. ഇതാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സഫരി വഫി സഹറായി എന്നൊക്കെ കാണാറുണ്ട്. വീട്ടിൽ പ്രത്യേകമായ എടുപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് വിസർജിക്കാൻ പോകുമ്പോൾ സൈഡിലേക്കും ജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാണ് അവിടെ എഴുതിയിട്ടുള്ളത്. പേജ് 169 ബദൽ മജ്ഹൂദിൽ കാണാൻ പറ്റും. ഇത് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഓതുന്ന കിതാബ് അബൂദാവൂദാണ്. സിഹാഹു സിത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിഹാഹു സിത്ത എന്താണ്? സിഹാഹു സിത്ത പ്രബലമായ സ്വഹീഹായ 6 കിതാബുകൾ. സിഹാഹു സിത്തൻ്റെ അർത്ഥം എന്താണ്? പ്രബലമായ സ്വഹീഹായ 6 കിതാബുകൾ. 1 സ്വഹീഹുൽ ബുഖാരി, 2 സ്വഹീഹ് മുസ്ലിം, 3 സുനന് അബീ ദാവൂദ്, 4 സുനന് തുർമുദി, 5 സുനൻ നസായി, 6 സുനൻ ഇബ്നു മാജ. ഇങ്ങനെ 6 കിതാബുകളാണ്. അത് ബുഖാരി മുസ്ലിം ഓരോന്നിൻ്റെ കിതാബിൻ്റെ വിവരണമൊക്കെ അതത് കിതാബിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് പറയും.
നമ്മുടെ കിതാബ് ഇപ്പോൾ സബുക്ക് അബൂദാവൂദ് ആയതുകൊണ്ട് അബൂദാവൂദിനെ സംബന്ധിച്ച് ഒരൽപ്പം നമുക്ക് പറയേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നുൽ അശ്അസ് അസ്സജിസ്താനി റളിയല്ലാഹു അൻഹു ആണ് ഇതിൻ്റെ മുസന്നിഫ്. അബൂദാവൂദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹൽ വ്യക്തിത്വം. അപ്പോൾ ആ പേരൊന്ന് നോട്ട് ചെയ്യുക. കിതാബിൻ്റെ ചട്ടമുണ്ട്. സുലൈമാൻ ഇബ്നുൽ അശ്അസ് അസ്സജിസ്താനി. ഒരു വഫാത്തായത് ഹിജറ 275 ചട്ടയിലുണ്ട്. കണ്ടോള്, അവരുടെ വഫാത്ത് ഹിജറ 275 വഫാത്ത്, ജനനം 203 ഒക്കെ നോട്ട് ചെയ്യാം. അപ്പോൾ മുസന്നിഫിന്റെ പേര് അബൂദാവൂദ്, സുലൈമാൻ ഇബ്നുൽ അശ്അസ് അസ്സജിസ്താനി, ജനനം 203 ഹിജറ, വഫാത്ത് 275. ഖുറാസാനിന്റെയും കിർമാനിന്റെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് സജിസ്താൻ. മനസ്സിലായല്ലോ. ഇനി ഇവരെ ഉസ്താദുമാരാരാ, ഇവരെ ശിഷ്യന്മാരാരാ? അഹ്മദ് ബിൻ ഹംബൽ ഇവരുടെ ഉസ്താദാണ്. റബീഉൽ മുറാദി ഇവരുടെ ഉസ്താദാണ്. അപ്പോൾ അബൂദാവൂദിന്റെ ഉസ്താദ് ആരാണ്? അഹ്മദ് ബിൻ ഹംബൽ. 4 മദ്ഹബിന്റെ ഇമാമായ 4 മദ്ഹബ് ഉണ്ടല്ലോ, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. അതിൽ ഹംബലി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉസ്താദാണ്. അതുപോലെ തന്നെ റബീഉൽ മുറാദി ഉസ്താദാണ്. അപ്പോൾ അവരുടെ ശിഷ്യത്വത്തിൽ പഠിച്ചവരാണ് അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ തന്നെ വലിയ പ്രഗത്ഭനായ ഉസ്താദ്മാരുടെ അടുക്കൽ നിന്നാണ് ഇപ്പോൾ അബൂദാവൂദ് ഓതിയത്. ഉസ്താദിന്റെ പേര് പറഞ്ഞു. ഒന്ന് അഹ്മദ് ബിൻ ഹംബൽ, മറ്റൊന്ന് ബഹുമാനപ്പെട്ട റബീഉൽ മുറാദി. അതുപോലെ അബൂദാവൂദിന് വലിയ പ്രഗത്ഭരായ ശിഷ്യന്മാരുണ്ട്. അബൂദാവൂദിന്റെ പ്രധാന ശിഷ്യനാണ് നസായി റളിയല്ലാഹു. 6 സ്വഹീഹിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണല്ലോ നസായി. അപ്പോൾ അബൂദാവൂദ് എന്നൊരു ഉസ്താദാണ്, അവരുടെ ശിഷ്യനാണ് നസായി ഇമാം. ചരിത്രത്തിലൊക്കെ കാണാൻ സാധിക്കും, അബൂദാവൂദ് റളിയല്ലാഹു അൻഹു കർമ്മനിരതനായ പണ്ഡിതനായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തെ പല ആളുകളും ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട് സാദൃശ്യപ്പെടുത്തി. അഹമ്മദ് ഇമാമ് എപ്പോഴും അധ്വാനിക്കുന്ന എപ്പോഴും പഠിക്കുക, തഅല്ലുമ് തഅലീമ്, പഠിക്കുക. ഇതേ ശൈലി തന്നെയാണ് ശിഷ്യനായ അബൂദാവൂദ് റളിയല്ലാഹു അൻഹുവിനും എന്ന് പല ആളുകളും പറയാറുണ്ട്. നമ്മുടെ മുസന്നിഫായ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഹദീസിലും മറ്റുമായി 12ഓളം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ മുസന്നിഫിന്റെ അർത്ഥം രചയിതാവ്. മുസന്നിഫ് അബൂദാവൂദ് റഹ്മത്തുള്ളാഹി 12ഓളം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ കയ്യിലുള്ള ഈ സുനൻ അബീ ദാവൂദാണ്. ഇതിലിപ്പോൾ എത്ര ഹദീസ് ഉണ്ട് നമ്മളെ കിതാബിൽ? 4800 ഹദീസാണ് ഈ സുനനിലുള്ളത്. എഴുതി വെക്കുക, 4800 ഹദീസാണ് സുനനിൽ ഉള്ളത്. ചില ഹദീസൊക്കെ ആവർത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആവർത്തനം കൂടി കൂട്ടുകയാണെങ്കിൽ അതും കൂടി കൂട്ടി പരിഗണിക്കുമ്പോൾ 5274 എഴുതി വെക്കി. 5274 ഹദീസാണ് മൊത്തം അബൂദാവൂദിലുള്ളത്. ഇതിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാലേ, കർമ്മശാസ്ത്രത്തിലെ ബാബുകളുടെ ക്രമത്തിലാണ് സുനന് ക്രോഡീകരിച്ചിട്ടുള്ളത്. പല വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിലത് ഒഴിവാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ചരിത്രങ്ങൾ ഇതിലില്ല, ഉപദേശങ്ങൾ, സുഹദ്, ഫളാഇൽ അമൽ ഒന്നും ഇതിൽ പൊതുവെ കുറവാണ്, ഇല്ല. മാത്രമല്ല മൂപ്പരെ ശൈലി, നമ്മളെ അബൂദാവൂദ് റഹ്മത്തുള്ളാഹിയുടെ ശൈലി മൂപ്പരനെ പറയുന്നുണ്ട്. സ്വഹീഹും അതിനോടടുക്കുന്നതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ശക്തമായ ദുർബലതയുള്ള ഹദീസാണെങ്കിൽ അത് ഞാൻ വിവരിക്കുമെന്നൊക്കെ കാണാം. നല്ല ഒരു കിതാബാണ് അബൂദാവൂദ് എന്ന കിതാബ്. നല്ലൊരു ശൈലിയാണ്, ആർക്കും മനസ്സിലാകുന്ന നല്ലൊരു ശൈലിയാണ്. പല ഇമാമികളും ഇത് പുകഴ്ത്തി അഭിനന്ദിച്ച് പറഞ്ഞിട്ടുണ്ട്. അബൂദാവൂദിനെ സംബന്ധിച്ച് പുകഴ്ത്തി മആലിമു സുനൻ എന്ന് പറഞ്ഞില്ലേ നേരത്തെ, അതിൻ്റെ വ്യാഖ്യാനം അതിലൊക്കെ പറയുന്നുണ്ട്. നല്ല ഒരു കിതാബാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ കാണാം, ലൗ അന്ന റജുലൻ ലം യകുൻ ഇൻദഹു മിനൽ ഇൽമി ഇല്ലൽ മുസഹഫു അല്ലദീ ഫീഹി കിതാബുല്ലാഹ് തുമ്മ ഹാദൽ കിതാബു ലം യഹ്തജ് മഅഹുമാ ഇലാ ഷൈഇൻ മിനൽ ഇൽമി ബത്ത. മആലിമു സുനൻ പേജ് 1 ഒന്നാം വാള്യത്തിൽ 12ാം പേജിൽ കാണാം. എന്തതിൻ്റെ അർത്ഥം? ഒരാളുടെ കയ്യിൽ ഖുർആനുമുണ്ട്, ഈ അബൂദാവൂദിൻ്റെ കോപ്പിയുണ്ട്. എന്നാൽ ഇനി അറിവ് പഠിക്കാൻ വേറൊരു കിതാബിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ്. അത്രയും അറിവ് ഇതിലുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം ഉലമാക്കൾ ഈ അബൂദാവൂദിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്.
അഭിനന്ദിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എണ്ണുന്ന സമയത്ത് 6 കിതാബുകൾ എണ്ണാൻ പറയല്ലോ. സിഹാവുസത്തെ എണ്ണാൻ പറയുമ്പോൾ ഇമാമിങ്ങളൊക്കെ എണ്ണുന്നത് എങ്ങനെ അറിയോ? 1 ബുഖാരി, 2 മുസ്ലിം, 3 അബൂദാവൂദ്. 1 ബുഖാരി, 2 മുസ്ലിം, 3 അബൂദാവൂദ്. അപ്പോൾ സിഹാവു സിത്തയിൽ 3-ാം സ്ഥാനത്താണ് ഈ അബൂദാവൂദ് ഉള്ളത്. അത്രയും പവറുണ്ട്. മാത്രമല്ല, നമ്മൾ കർമ്മശാസ്ത്രത്തിൽ നമ്മൾ മഹല്യൊക്കെ ഉണ്ടല്ലോ. മഹല്യ നമ്മൾ ഓതിയല്ലേ, മഹല്യ 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗമൊക്കെ ഓതുമ്പോൾ പലപ്പോഴും റവാഹു അബൂദാവൂദ് പല ഭാഗത്തും കർമ്മശാസ്ത്രത്തിൽ പ്രാമാണികമായി സ്വീകരിക്കുന്ന ഹദീസുകളിൽ സിംഹഭാഗവും ഈ അബൂദാവൂദിലുള്ള ഹദീസാണ്. അപ്പം ഇതിൻ്റെ സവിശേഷത മനസ്സിലായില്ല. ഇതിൻ്റെ പവർ നോക്കിങ്ങൾ പല ഹദീസ് ഫിഖഹിൻ്റെ കിതാബ് എടുത്ത് നോക്കിയാലും മഹല്യ അടക്കം പല കിതാബ് എടുത്ത് നോക്കിയാലും അതിലൊക്കെ കാണാം അസിര് പറയുമ്പോൾ, തെളിവ് പറയുമ്പോൾ അബൂദാവൂദിൻ്റെ ഹദീസ്. അപ്പം അത്രയും പ്രഗത്ഭമായ നല്ല അടിപൊളി കിതാബാണ് അബൂദാവൂദ്. മാത്രമല്ല, ഞാൻ ബഹുമാനപ്പെട്ട അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റി പറയുകയാണെങ്കിൽ വലിയ സൂഫി വര്യനും നല്ല മഹാനാണ്. പ്രത്യേകിച്ച് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കർമ്മശാസ്ത്രവും വിജ്ഞാനവും മനപ്പാടവും ഇബാദത്തും സൂക്ഷ്മതയും കൃത്യതയുമുള്ള ദുനിയാവിലെ അഇമ്മത്തിൽ വലിയ പ്രഗത്ഭനാണ് അബൂദാവൂദ് റളിയല്ലാഹു അൻഹു എന്ന് ഇബ്നു ഹിബ്ബാൻ പുകഴ്ത്തി പറയുന്നുണ്ട്. പല കിതാബിലും ബഹുമാനപ്പെട്ട അബ്ജദുൽ ഉലൂം എന്നൊരു കിതാബുണ്ട്. അബ്ജദുൽ ഉലൂം, ആ കിതാബിൽ കാണാം ഇവരുടെ മദ്ഹബ്. ബുഖാരി ഇമാം ഷാഫി മദ്ഹബാണ്, അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബാണ്, നസായി ഇമാം ഷാഫി മദ്ഹബാണ് എന്നൊക്കെ അബ്ജദുൽ ഉലൂം എന്ന കിതാബിൽ കാണും. അപ്പോൾ ഇവരൊക്കെ എത്ര പ്രഗത്ഭനായിട്ടും അവരൊക്കെ മദ്ഹബ് സ്വീകരിച്ചവരാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ കിതാബിൽ നിന്ന് ബുധനാഴ്ച തുടങ്ങി വെക്കുകയാണ് ഒരു ബാബ്. എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങേണ്ടത് ബുധനാഴ്ചയാണ്. വലിയ ബർക്കത്താണ്. ബുധനാഴ്ച തുടങ്ങിയത് പൂർത്തിയാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ച സിലബസിൽ ഉദ്ദേശിച്ച പാഠഭാഗങ്ങൾ ഓതി പൂർത്തിയാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ ഒന്ന് PDF ആയിട്ടൊക്കെ ലഭിക്കും. പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നല്ല ചിലവാണ്. അപ്പോൾ ഇതൊക്കെ PDF ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ നെറ്റിൽ നോക്കി നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കുക. പ്രത്യേകിച്ച് ഇതിൻ്റെ വ്യാഖ്യാനം ഔനുൽ മഅബൂദ് ഒന്ന് സംഘടിപ്പിക്കുക. അള്ളാഹു നാഫിയായ ഇൽമ നൽകട്ടെ. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചർച്ചകൾ കൊടുക്കുന്നുണ്ട്. ഔനുൽ മഅബൂദിലെ നമുക്ക് മസ്അലയിലേക്ക് ആവശ്യമായ ചില കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അള്ളാഹു ഓർമ്മശക്തിയെ നൽകട്ടെ. പ്രത്യേകിച്ച് ഈ മുസന്നിഫീങ്ങളുടെ പൊരുത്തം നൽകട്ടെ. ഒന്നാമത്തെ സബക്കായതുകൊണ്ട് എല്ലാവരും മുസന്നിഫിൻ്റെ മശായിഖിൻ്റെ നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ പേരിൽ ഒരു യാസീന് ഫാത്തിഹ ഓതുക. ഇനിയുള്ള നാളുള്ള ഓരോ സബക്കിലും ഓരോ ഫാത്തിഹ മുസന്നിഫീങ്ങളുടെ പേരിൽ ഓതണം. അത് നമ്മുടെ ഒരു അദബാണ്. നമ്മുടെ ഉസ്താദുമാരൊക്കെ അങ്ങനെയല്ലേ. ധാരാളം കിതാബുകൾ എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബൂദാവൂദ് റളിയല്ലാഹു അൻഹു. പറഞ്ഞില്ല, 10-12ഓളം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ചരിത്രം വിശാലമായിരിക്കും. അള്ളാഹു അവരൊക്കെ ബറക്കത്തുള്ള നമ്മളെ ഖൽബുകളിൽ തഖ്വ നിറച്ചു തരട്ടെ. നമ്മുടെ കയ്യിലൊരു വ്യാഖ്യാനമുണ്ട്, ബദലുൽ മജ്ഹൂദ് എന്ന് പറയും. ഈ ബദലുൽ മജ്ഹൂദിൻ്റെ പേജ് 130 പറയാണ്, നമ്മുടെ ഈ അബൂദാവൂദിന് 10-40 ഷറഹുണ്ട് എന്ന്. ആ 40 ഷറഹിൻ്റെ പേജും ഈ 130, 110, 120 കൊടുക്കുന്നുണ്ട്. ധാരാളം ഷറഹുകൾ ഉണ്ട് എന്നാണ്. ഒന്നാമത് മആലിമു സുനൻ, അബൂ സലീമാൻ ഹംദ് ബിൻ ഇബ്രാഹിം അൽ ഖത്താബി റളിയല്ലാഹു അൻഹു ഹിജറ 388 വഫാത്തായ ആള് ഷറഹ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് മആലിമു സുനൻ. രണ്ടാമത് ഇജാലത്തുൽ ആലം മിൻ കിതാബിൽ മആലി എന്നൊരു കിതാബ്, ഒരു വ്യാഖ്യാനമുണ്ട്. 3 അൽ ഇദ്ദുൽ മൗലൂദ് ഫി ഹവാഷി സുനൻ അബീ ദാവൂദ്. 4ാമതൊരു വ്യാഖ്യാനം ഷറഹ് സുനൻ, ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഹുസൈൻ തങ്ങളുടെ. 5ാമത് ഷറഹ് സുനൻ ഖുതുബുദ്ദീൻ അബൂബക്കർ തങ്ങളുടെ. 6ാമത് നമ്മുടെ കയ്യിലുള്ള ഈ കിതാബ് തന്നെ. 7ാമത് ശിഹാബുദ്ദീൻ അബൂ മഹ്മൂദ് തങ്ങളുടെ കിതാബ്. 8 ഷറഹ് സുനൻ ഉണ്ട് അബൂ സുർആ തങ്ങൾക്ക്. 9 മഹ്മൂദ് ബിൻ അഹമ്മദ് തങ്ങൾക്കൊരു വ്യാഖ്യാനമുണ്ട്.
അതുപോലെ തന്നെ സുയൂത്തി ഇമാം എഴുതിയിട്ടുണ്ട്. പടച്ച റബ്ബേ, അതിൻ്റെ പേര് മിർക്കാത്തു സുഊദ് ഇലാ സുനനി അബീ ദാവൂദ്, 10ാമത്തെ ശറഹ്. ഇങ്ങനെ ധാരാളം ആളുകൾ. അലി ഇബ്നു സുലൈമാൻ തങ്ങൾക്കൊരു ശറഹുണ്ട് 12. അബുൽ ഹസൻ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാദി അസിന്ദി, അതിന് വ്യാഖ്യാനമുണ്ട്. അഷേഖ് ഫഖ്റുൽ ഹസൻ അവർക്കൊരു വ്യാഖ്യാനമുണ്ട് 13. 14 അൽ ഹുദൽ മഹ്മൂദ് ഫി തർജുമത്ത് സുനൻ അബീ ദാവൂദ്. 15 അൻവാറുൽ മഹ്മൂദ്. 15 കിതാബിൻ്റെ പേര് പറഞ്ഞു. 16 ഗായത്തുൽ മഖ്സൂദ്. 17 ഔനുൽ മഅബൂദ്, അടിപൊളി സാധനമാണ് കയ്യിലുണ്ട്. ഔനുൽ മഅബൂദ് ഒക്കെ അടിപൊളി തന്നെയൊക്കെ നമ്മൾ കണ്ടത് ഇപ്പോൾ അതല്ലേ. 17 ഔനുൽ മഅബൂദ്. 18 അൽ മൻഹൽ. 19 ബദൽ മജ്ഹൂദ്, അവൻ കയ്യിലുണ്ട്, അടിപൊളി. ഇതപ്പോൾ ഈ വായിക്കണത് നേരത്തെ എണ്ണിയാലോ അല്ലേ. 20 ഷറഹ് മുഖ്തസർ ഉണ്ട്. 21 തഹ്ദീബ് ഇബ്നുൽ ഖയ്യിം ഉണ്ട്. 22 സിറാജുദ്ദീൻ ഉമറുൽ അലി തങ്ങൾക്കൊരു വ്യാഖ്യാനമുണ്ട്. 23 അബു മുഹമ്മദ് ഖാസിബിൻ അസ്ബഅ തങ്ങൾക്കൊരു വ്യാഖ്യാനമുണ്ട്. 24 മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് തങ്ങൾക്ക് വ്യാഖ്യാനമുണ്ട്. 25 അഹമ്മദ് ബിൻ അലി തങ്ങൾക്കുണ്ട്. 26 സക്കരിയ സാജി തങ്ങൾക്കുണ്ട്. ഇങ്ങനെ ഇഷ്ടമാതിരി കിതാബുകളെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ട്. 40ഓളം കിതാബുകൾ. അള്ളാഹു ആ കിതാബിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട്. അപ്പം ഇത്രയും വ്യാഖ്യാനം ഉണ്ട് എന്ന് ഇയാളെ കണ്ടെത്തലാണ് ഈ മുസന്നിഫിന്. ഇത്രയും വ്യാഖ്യാനം അബൂദാവൂദിനുണ്ട് പറയുമ്പോൾ അബൂദാവൂദിൻ്റെ ഒരു അളമത്ത് മഹത്വം നോക്കി നിങ്ങൾ എത്രയാണ് വിശദീകരണങ്ങൾ എഴുതിയിട്ടുള്ളത്. അവരുടെ ഇൽമിൻ്റെ ഒരു പവർ എത്രയാണ്. ആ വ്യാഖ്യാനങ്ങളുടെയൊക്കെ ഒരു വ്യാഖ്യാനത്തിൻ്റെ ഒരു പവർ, ദഖീഖായ ചിന്തയോടുകൂടി എഴുതിയ കിതാബുകൾ. അള്ളാഹു അവരൊക്കെ ബർക്കത്തോടെ നമുക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. സാധാരണ ഉസ്താദന്മാരൊക്കെ നോക്കുന്ന കിതാബ് ബദൽ മജ്ഹൂദാണ്. അതുപോലെ ഔനുൽ മഅബൂദാണ്. ബാഖിയാത്ത് സ്വാലിഹാത്തിലെ ഉസ്താദന്മാരെ കയ്യിലെപ്പോഴും റൂമിൽ ചെന്നാൽ കാണുന്ന കിതാബ് ഔനുൽ മഅബൂദും ബദൽ മജ്ഹൂദൊക്കെ ഉണ്ട്. ചിലപ്പം ആലിം ഹുസൈനും ഉപയോഗിക്കലുണ്ട്. കൂടുതലും ബദൽ മജ്ഹൂദാണ്. ഒക്കെ വായിച്ചു നോക്കിയാൽ കുറേ കാര്യങ്ങൾ കിട്ടും. അള്ളാഹുവിന് ആഫിയായ ഇൽമ നൽകട്ടെ. ബദൽ മജ്ഹൂദിൽ 162 പേജും ഇൽമുൽ ഹദീസിനെ പറ്റിയും അബൂദാവൂദിനെ പറ്റിയും എഴുത്താണ്. എത്ര? 162 പേജ്. ഉസ്താദന്മാർ, ശിഷ്യന്മാർ, താരീഖുകൾ ധാരാളം പറയും. 163ാമത്തെ പേജിലാണ് കിതാബ് ത്വഹാറത്ത് മുതൽ ഇബാറത്ത് ഹല്ല് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞ മുഹദ്ദിസീങ്ങൾ ഓരോ ഉസ്താദന്മാർ, അവരുടെ ഉസ്താദ്, അവരുടെ ജനനം, മരണം, അവരുടെ പറ്റിയുള്ള ചരിത്രം, അവരുടെ ഉസ്താദന്മാർ, അവരുടെ പിന്നെ വ്യക്തി. ഇപ്പോൾ നമ്മൾ സനദ് വായിക്കുമ്പോൾ 1ാമത്തെ ഹദീസ് വായിച്ചപ്പോൾ തന്നെ അവിടെ 4-5 ഉസ്താദന്മാരെ പേര് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ വ്യക്തികളെ പറ്റിയും പറയുകയാണെങ്കിൽ അതൊരു വമ്പം വിശദീകരണം ഈ കാര്യം. ഇപ്പോൾ അബ്ദുല്ലാ ബിൻ മസ്ലമ എന്ന് പറയുമ്പോൾ അവരുടെ വ്യക്തിപ്രഭാവം പറയുമ്പോൾ അവർക്കൊരു യുഗപുരുഷന്മാരാണ്. അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് എന്ന് പറയുമ്പോഴും ഓരോ ഇമാമിനെ പറ്റിയും പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ, വർഷങ്ങൾ. ഇപ്പോൾ നമ്മളെ ഉസ്താദന്മാരായ ശംസുലൈമിനെ പറ്റിയും കണ്ണിയത്ത് ഉസ്താദിനെ പറ്റിയും നമ്മൾ പറയുമ്പോൾ എത്ര പറയണ്ട, നമുക്ക് എത്ര വാദം പറയേണ്ട അവരെ പറ്റിയിട്ട്. അപ്പം അങ്ങനെ ഈ സനദ് വായിക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹുവിനെ പറയാൻ വിട്ടുപോയാലും അഫുവിനുള്ള പൊരുത്തപ്പെടട്ടെ. റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും. ആ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് നമുക്ക് വീര്യലോക വിജയം നൽകട്ടെ. അപ്പോൾ നമ്മളവരെ പേര് ഇങ്ങനെ വായിച്ചു വിടുമ്പോഴും ഓരോ ആളുകളും ഓരോ സംഭവമാണ്. ഇപ്പോൾ നമ്മളെ മശായിഖിനെ പറ്റി ചരിത്രം പഠിക്കുമ്പോൾ, ഔസുല്ലാദുവിനെ പറ്റി പഠിക്കുമ്പോൾ, ഇമാം ബുഖാരിയെ പറ്റി പഠിക്കുമ്പോൾ റളിയല്ലാഹു അൻഹു അവരൊക്കെ ഒരു സംഭവമല്ലേ, വിസ്മയമാണ്. ഓരോരുത്തരും യുഗ പുരുഷന്മാരാണ്. അപ്പം അതുപോലെ തന്നെ ഇവരൊക്കെ വലിയ പ്രഗത്ഭരാണ്. അവരുടെ കഴിവ് അത്രയും ഉണ്ടാവും. അള്ളാഹു നമുക്കൊക്കെ അവരുടെ ഹക്ക് കൊണ്ടേ ഖൈറ് നൽകട്ടെ. അപ്പോൾ അത് പേടായി വല്ലതും അവരെ പേര് പറയുമ്പോൾ റളിയല്ലാഹു പറയാതെ സ്പീഡ് വായിച്ച് പോയിക്കുകയാണെങ്കിലൊക്കെ നമ്മളൊരു കുറവാണ്. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ റിള നൽകട്ടെ. ഈ കിതാബൊക്കെ പഠിക്കുകയും ഒക്കെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. മഹത്തായ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദ്വാരക്കണം. വസിയത്തോടുകൂടെ അവസാനിപ്പിക്കുന്ന പ്രത്യേകിച്ച് മശായിഖിൻ്റെ പേരിൽ ഇന്ന് യാസീനോദനം, ബാക്കിയൊക്കെ ഒരു ഫാത്തിഹ ഓതണം. ബിഫളിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇത് ഞാൻ ഓതിയിട്ടുള്ളത് ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്നാണ്. അബൂദാവൂദ് ഓതിയിട്ടുള്ളത് മുത്തവ്വലിൽ, ബാഖിയാത്തിൽ സ്വാലിഹാത്തിൽ മുത്തവ്വലിൽ
അബൂദാവൂദുണ്ട്. അതിൻ്റെ ഉസ്താദ് ബാക്കിയാത്തിലെ പ്രിൻസിപ്പൾ മഹാനായ ആലിമുൽ അല്ലമ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മഹാനായ ഉസ്മാൻ മുഹ്യിദ്ദീൻ ഹസറത്താണ്. 4 മദ്ഹബിലെ മുഫ്തിയാണ്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.